ആഹാ, ഒരു വർഷത്തേക്ക് കഴിക്കാനുള്ള കപ്പയും ഗോതമ്പും നെല്ലും ഒക്കെ ആയി. ഹലോ ആരോ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഹലോ, മേ കമ്മിങ് മൂഷു? ഹൗ ആർ യു? ഹായ്, ചങ്ങാതി സ്റ്റാൻലി. യെസ് മൂഷു, തന്റെ ഹൗസിലേക്ക് ഒന്ന് വരണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇന്നാണ് ടൈം കിട്ടിയത്. ഒത്തിരി നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. പിന്നെ പട്ടണത്തിലെ വിശേഷങ്ങളൊക്കെ പറയൂ. ഓ, പരമസുഖമാടോ. അതൊക്കെ പോട്ടെ, തന്റെ വിശേഷങ്ങൾ പറയൂ. സുഖം തന്നെ. ഒരു വർഷത്തേക്ക് കഴിക്കാനുള്ളതെല്ലാം ഞാൻ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആരുടെയും ഒരു ശല്യവുമില്ല. ഓ, ഭയങ്കര വിശപ്പും ദാഹവും. തിന്നാൻ എന്തെങ്കിലും എടുക്ക്. തിന്നാൻ ഗോതമ്പും കുടിക്കാൻ ബാർലി വെള്ളവും ഉണ്ട്. എടുക്കട്ടെ? ബാറിലെ വെള്ളമോ? എന്നാ പിന്നെ അതാദ്യം എടുക്ക്. അയ്യേ, ബാറിലെ വെള്ളമല്ല, ബാർലി വെള്ളം. ഒരു ഗ്ലാസ് കുടിച്ചാൽ ക്ഷീണമൊക്കെ പമ്പ കിടക്കും. ഓ, ഒരു രുചിയുമില്ല. സത്യം പറഞ്ഞാൽ ഈ വെള്ളം എനിക്കിഷ്ടപ്പെട്ടില്ല. എന്നാ പിന്നെ തിന്നാൻ എടുക്കട്ടെ ചങ്ങാതിക്ക്? ഗോതമ്പ് വേണോ, അതോ നെല്ല് വേണോ, അതോ കപ്പ വേണോ? എനിക്കത് മൂന്നും വേണം. എന്നതായിരിക്കുന്നു. ഇഷ്ടം പോലെ എടുത്ത് കഴിച്ചു. കൊള്ളാം. ഇവന്റെ ആക്രാന്തം കണ്ടിട്ട് ഇത് മുഴുവൻ ഒറ്റയടിക്ക് കഴിച്ചു തീർക്കുമെന്ന് തോന്നുന്നല്ലോ. പട്ടണത്തിൽ ഇവൻ പട്ടിണിയിലായിരുന്നു. എന്താടേ എന്താടേ, മതിയാക്കിയോ? ഓ മതിയേ, ഒന്നിനും ഒരു രുചിയുമില്ല. ഇതൊക്കെയാണോ നീ കഴിക്കുന്നത്? ഹോ, കഷ്ടം. ഉറുമ്പുകളെക്കാൾ ദയനീയമാണ് നിന്റെ ഈ ജീവിതം. ഏയ്, അങ്ങനെയൊന്നുമല്ല. ഞാനിവിടെ ഹാപ്പിയാണ്. എന്തോന്ന് ഹാപ്പിയടോ മൂഷു? തനിക്ക് എന്റെ കൂടെ പട്ടണത്തിലേക്ക് വരാമോ? സുഖജീവിതം എന്താണെന്ന് ഞാൻ തനിക്ക് കാട്ടിത്തരാം. ആദ്യം താൻ എന്റെ കൂടെ വാ. എന്നാൽ അതൊന്ന് എനിക്കും കാണണമല്ലോ. ഞാനും നിന്നോടൊപ്പം പട്ടണത്തിലേക്ക് വരാം. എന്താ ഇത്? ഈ രാജകൊട്ടാരത്തിലാണോ ചങ്ങാതി നിന്റെ താമസം? ഇവിടെ തന്നെ. എന്താ, തനിക്ക് വിശ്വാസം വരുന്നില്ലേ? നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ടെൽ മീ, നിനക്ക് എന്താണ് വേണ്ടത്? മാറ്റാൻ ചിക്കൻ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. തിന്നാൻ പറ്റുന്ന എന്തായാലും കുഴപ്പമില്ല, എടുത്തോളൂ. എന്നാൽ സംസാരിക്കാതെ, ഒട്ടും ശബ്ദമുണ്ടാക്കാതെ എൻ്റെ പിന്നാലെ പതിയെ ഇഴഞ്ഞു പോന്നോളൂ. ഈശ്വരാ, കാലും കൈയും ഉണ്ടായിട്ടും ഇഴഞ്ഞു നീങ്ങേണ്ട അവസ്ഥ. ഇവിടെ ഇരിക്കുന്ന പാത്രങ്ങളിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട്. ഇഷ്ടമുള്ളത് ആവശ്യത്തിന് എടുത്തങ്ങ് വെട്ടി വിഴുങ്ങിക്കൊള്ളാം. ആരും വിളമ്പി തരില്ല. ബൊഫയാണ്, ബൊഫേ. ഹോ, ഇതുപോലെ വില കൂടിയ ഭക്ഷണ സാധനങ്ങൾ ഒന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എങ്കിലും ഒരു സംശയം. എന്താന്ന് സംശയം? അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? ചോദിക്കടോ തന്റെ സംശയം. ഇവിടെ ഈ പാത്രങ്ങളിലിരിക്കുന്ന പകുതി കടിച്ച ചിക്കൻ കാലും കുഴച്ചു മറിച്ച ബിരിയാണിയും പാതി മുറിഞ്ഞ ആപ്പിളും അതൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആരോ കഴിച്ചിട്ട് വെച്ചതിന്റെ ബാക്കിയാണെന്ന്. അതേടോ, ഇതൊക്കെ മനുഷ്യര് കഴിച്ചതിന്റെ ബാക്കിയാണ്.
ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇത്രയധികം വെറൈറ്റി ഫുഡുകൾ കഴിക്കാൻ കിട്ടുക ഒരു ഭാഗ്യം തന്നെ അല്ലേ? ഇവിടെ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും പരമസുഖമാടോ. ഓ, ചങ്ങാതിക്ക് ഇവിടെ സുഹൃത്തുക്കളും ഉണ്ടോ? പിന്നെ തനിക്ക് അവരെ കാണണോ? ഞാൻ വിളിക്കാം. തൊരപ്പണ്ണ, പെരിച്ചാഴി മാമ, ആറ്റലി, നീറ്റലി, ചുണ്ടലി, ചുമലലി, വെള്ളലി, വിറകലി, കറ്റലി, കരളി. വാടാ മക്കളെ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഇത് അങ്ങ് ഗ്രാമത്തിൽ താമസിക്കുന്ന എൻ്റെ ഒരു പഴയ ചങ്ങായി. പേര് മൂഷു. കൂട്ടുകാരാ, നെല്ലും ഗോതമ്പും കപ്പയും മാത്രം തിന്നുകൊണ്ട് ഗ്രാമത്തിൽ ജീവിക്കുന്ന തനിക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ഈ പട്ടണത്തിൽ എൻ്റെ ജീവിതം അടിപൊളിയാണെന്ന്? മനസ്സിലായേ? ആട്ടവും പാട്ടും തുടങ്ങണ മക്കളെ. അയ്യോ അയ്യോ കൂട്ടുകാരെ, വേഗം ഒളിച്ചോ. ചങ്ങാതി, നമ്മൾ എന്തിനാ ഇവിടെ പതുങ്ങിയിരിക്കുന്നത്? വാ, നമുക്ക് കഴിക്കാം. ജീവൻ വേണമെങ്കിൽ മിണ്ടാതിരിക്കടാ. അത്രമാത്രം ശ്രദ്ധയോടെ ഇരുന്നിട്ടും നമ്മുടെ കണ്ണുപെട്ട് ചെടികൾ ഇതിനകത്ത് കയറിയല്ലോ. ആ എലികളെ എങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയാൽ കടിച്ചു കയറി തിന്നു ഞാൻ. അവർ ഇതിനകത്ത് തന്നെ ഉണ്ടാകും. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഞാൻ അവരെ പിടിക്കും. ഭാഗ്യം, നായ്ക്കൾ നമ്മളെ കണ്ടില്ല. ഞാൻ വല്ലാതെ ഭയന്നുപോയി. ഭയം അങ്ങനെ ഒരു സാധനം എനിക്കില്ല. എന്നാ എന്റെ കൂട്ടുകാരൊക്കെ പേടിത്തൊണ്ടന്മാരാണ്. കണ്ടില്ലേ അവരൊക്കെ ഓടി ഒളിച്ചത്. വാ, നമുക്ക് കഴിക്കാം. ഇനി കഴിക്കണോ ചങ്ങാതി? എന്റെ വിശപ്പൊക്കെ പോയി. താൻ വാടോ. എന്നെ പോലൊരു ഭാഗ്യവാൻ ഈ ലോകത്തില്ല. എന്താ, തനിക്ക് എന്നോട് അസൂയ തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് തോന്നുന്നുണ്ട്. എന്നാ പിന്നെ മൂഷു, വേഗം ഒളിച്ചോടാ. എന്റെ അമ്മോ, കണ്ടാമ്പൂച്ചകള്! ആശാനെ, ഇതിന്റെ തേല് കയറിയിട്ടുണ്ട്. എനിക്ക് മണം കിട്ടി. എനിക്കും കിട്ടി മണം. നല്ല ചിക്കൻ ബിരിയാണിയുടെ മണം. ഇതിനകത്തെലികളുണ്ട്. ഇന്ന് ഞാൻ അവയെ പിടിക്കും. അച്ഛാ, ദേ ക്ലീനിങ് റൂമിൽ പൂച്ച കയറി. ആശാനെ, വേഗം പുറത്ത് കടന്നോ, ഇല്ലേ മുതലാളി നമ്മളെ തല്ലിക്കൊല്ലും. അയ്യോ, എടാ മൂഷുവേ, പേടിച്ച് പതുങ്ങിയിരിക്കാതെ പുറത്തു വായോ. പൂച്ചകളൊക്കെ പോയി. നീ എന്താ പേടിച്ച് വിറയ്ക്കുന്നത്? ഈ പാത്രത്തിലെ ചിക്കനും മട്ടനും ഒക്കെ നമുക്ക് കഴിക്കണ്ടേ? ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഈ സാഹചര്യത്തിൽ എനിക്കിവിടെ നിന്ന് സമാധാനത്തോടെ ഒന്നും കഴിക്കാൻ പറ്റില്ലടോ. ഇങ്ങനെ പേടിച്ചുള്ള ഈ പട്ടണ ജീവിതത്തെക്കാൾ ഭേദം സമാധാനത്തോടു കൂടിയുള്ള എൻ്റെ ഗ്രാമത്തിലെ ജീവിതം തന്നെയാണ്. അതുകൊണ്ട് സ്റ്റാൻലി, ഞാൻ പോകുന്നു. വിട്ടി, നീ പൊയ്ക്കോ. ഗ്രാമത്തിലെ നെല്ലും ഗോതമ്പും നിന്ന് ജീവിക്കാനാണ് നിന്റെ വിധി. അതേ കൂട്ടുകാരെ, ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വെക്കുന്ന നെല്ലും ഗോതമ്പും കപ്പയും കഴിക്കുമ്പോൾ എനിക്ക് സന്തോഷവും സമാധാനവും ഉണ്ട്. ഇവിടെ മറ്റുള്ളവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കഴിക്കുന്ന തനിക്ക് എന്തെങ്കിലും സമാധാനമുണ്ടോ? അതുകൊണ്ട് ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് തന്നെ പോകുന്നു. പഴയതുപോലെ തന്ത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല. നല്ല മുയലിനെയോ മാനയോ കിട്ടിയ കാലം മറന്നു. അതൊക്കെ ഒരു കാലം.
മലയോളം ആഗ്രഹിച്ചപ്പം എലിയോളം. എലിയെങ്കി എലി. കപ്പയും എലി ഫ്രൈയും. ഇന്നത്തെ കാര്യം കുശാൽ. നാ, 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 നാ. നിക്കടാ അവിടെ. ആ, അയ്യോ, നീ ആരാടാ? നിന്നെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ അത് ഞാൻ എന്താടാ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ട്. ആ അല്ലേ വേണ്ട. തിന്നാൻ പോകുന്ന യവന്റെ ഊരും പേരും അറിഞ്ഞിട്ടിപ്പ എന്തിനാ? ഇവിടെ ഭയമല്ല, ബുദ്ധിയാണ് വേണ്ടത്. എത്ര വലിയ കൊമ്പനെയും ബുദ്ധി കൊണ്ട് നേരിടാമെന്ന് അമ്മ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ശ്രമം നടത്തി നോക്കാം. അതേ കുറുക്കച്ച, ഞാൻ എന്റെ ഉറ്റ ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോവുകയാ. കരടിപ്പോത്തോ? അതെന്ത് ജീവി? അതോ കരടിയുടെ രൂപവും പോത്തിന്റെ തലയുമുള്ള ജീവിയാ. കുറുക്കന്റെ ഇറച്ചിയാണ് ഇഷ്ട ഭക്ഷണം. യവൻ പറയുന്നത് സത്യമാകുമോ? അങ്ങനെയും ഒരു ജീവി ഉണ്ടോ? കരടിപ്പോത്തിനെ കണ്ടിട്ടില്ലെങ്കിൽ കുറുക്കച്ചൻ എന്റെ കൂടെ പോര്, നമുക്കൊരു പാട്ടൊക്കെ പാടി പോകാന്നേ. അയ്യോ വരാമായിരുന്നു. ഇന്നെന്റെ ഒരു ബന്ധുവിന്റെ പിറന്നാളാണ്. അങ്ങോട്ട് പോകുക. നീ പൊക്കോ. അയ്യോ അതിന്റെ പേര് കേട്ടപ്പോഴേ തല കറങ്ങുന്നു. വേഗം നടക്കാം. കുറെ നേരമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു ചെറിയ മൊയില് കുഞ്ഞെങ്കിലും ഈ വഴി പോയിരുന്നെങ്കിൽ. ഓ വിശക്കുന്നല്ലോ. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. റൂട്ട് മാറ്റാം. ആഹാ കൊള്ളാവല്ലോ. എലി എങ്കി എലി. നിനക്കെന്താ കണ്ണു കണ്ടൂടെ? ഒരാളുടെ മുന്നിൽ വന്നാണോ ചാടുന്നേ? നിനക്കെന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്നെ കണ്ട സാധാരണ ചെറിയ ജീവികളെല്ലാം ഭയപ്പെടാറുണ്ട്. ഓഹോ, നിന്നെ കണ്ടിട്ടേ കുളിച്ച് കുട്ടപ്പനായിട്ടുള്ള ഒരു സുന്ദരനായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ലെന്നേ. പിന്നെ ഓ ഒന്നും മനസ്സിലാവാത്തതുപോലെ. ഇവനാളൊരു പൊട്ടനാണെന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചാൽ സുഖമായി രക്ഷപ്പെടാം. ഓ ശരി ശരി, നീ ഒരു സംഭവം തന്നെ. ഇനി എന്തോ വേണം? എനിക്ക് നിന്നെ തിന്നണം. ഞാനേ എന്റെ ഉറ്റ ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ. കരടിപ്പോത്തോ? അതെ, കരടിയുടെ ഉടലും പോത്തിന്റെ തലയും. പക്ഷികളാണ് എന്റെ ചങ്ങാതിയുടെ ഇഷ്ട ഭക്ഷണം. നീയും പോരെ, നമുക്കൊരു പാട്ടൊക്കെ പാടി പതിയെ അങ്ങ് പോവാം. നിന്നെ എന്റെ ചങ്ങാതിക്ക് ഒത്തിരി ഇഷ്ടമാവും. വാ. അയ്യോ എലിക്കുട്ട, എനിക്ക് നല്ല സുഖമില്ല. പനിയാ, ചെറിയ ചുമയും ഉണ്ട്. നീ പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. മണ്ടൻ, എന്ത് പൊട്ടത്തരവും വിശ്വസിക്കുന്നവർ ഇവിടെ ഉള്ളത് എന്റെ ഭാഗ്യം. ഓ നീയായിരുന്നു. നിനക്കെന്താടാ എന്നെ കണ്ടിട്ട് പേടിയാകുന്നില്ലേ? അയ്യോ ഞാൻ പേടിച്ചേ, അയ്യോ ഞാൻ പേടിച്ചേ. 2 പ്രാവശ്യം പേടിച്ചു. നീ ഒന്നുകൂടെ പേടിക്കട്ടെ. നീ എന്നെ പരിഹസിക്കുകയാണോ? അയ്യോ അല്ലല്ല, ഞാൻ പേടിച്ചതാ. ഇവനെയും എങ്ങനെയെങ്കിലും ഓടിച്ചേ പറ്റൂ. ഹേ, നീ എന്താ ഇങ്ങനെ നോക്കി നിന്ന് എന്നെ ഭംഗി കാണുവാണോ? ഞാൻ നിന്നെ വിഴുങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുവായിരുന്നു. ഓഹോ, എങ്കിൽ നീ കുറച്ച് കാത്തിരിക്കണം. എന്തിന്? ഞാൻ എന്റെ ഉറ്റ ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോകുക. കരടിപ്പോത്തോ? അതാരാ? അതോ കരടിയുടെ രൂപവും പോത്തിന്റെ തലയുമുള്ള ഒരു ജീവി. എല്ലില്ലാത്ത ഇറച്ചിയാണ് അവന് പ്രിയം, പ്രത്യേകിച്ച് പാമ്പിന്റെ. അതാരാ? അങ്ങനെ ഒരു ജീവി ഉണ്ടോ? ഉണ്ടായത് കൊണ്ടല്ലേ പോകുന്നേ.
നീയും കൂടെ വാ, നമുക്കൊരു പാട്ടൊക്കെ പാടി അങ്ങ് പോവാം. അയ്യോ ചങ്ങാതി, ഇന്ന് പറ്റില്ല. നീ പൊയ്ക്കോ പൊയ്ക്കോ. ഹാവ്, രക്ഷപ്പെട്ടു. നാ, 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 നാ. ഹ, അയ്യോ, ഞാനാരാ? അല്ലല്ല, ഇതാരാ? അല്ല, നീ ആരാ? നീ ഒരു എലിയാണല്ലേ? ഇവരിൽ നിന്ന് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം. ചോദിച്ചത് നീ കേട്ടില്ലേ? അതെ, ഞാൻ എലിയാണ്. അതിന് നിനക്കെന്താ വേണ്ടത്? എന്തു പറഞ്ഞു നീ? എന്നെ അപമാനിക്കാൻ ആരും ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ല. അത് നീ ധൈര്യമുള്ളവന്റെ മുന്നിൽ പോകാത്തത് കൊണ്ട് തോന്നുന്നതാ. നിന്നെ ഞാൻ ഓ പിന്നെ, ഒന്ന് പോടാ ഭീകര. ഞാൻ ആരാണെന്നാ നിന്റെ വിചാരം? ഈ വനത്തിലെ സകല ജീവികളും എന്നെ കണ്ടാൽ ഭയപ്പെടും. നുണ പറയാതെ. എങ്കിൽ തെളിയിച്ച് കാണിക്കൂ. ശരി, നീ എന്റെ പിന്നാലെ വാ. ഞാൻ ആരാന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയിട്ടേ കാര്യമുള്ളൂ. എന്നാൽ അതൊന്ന് കണ്ടിട്ടേ കാര്യമുള്ളൂ. ഹേ, അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്, ചെയ്യരുത്. ഇവൻ ആളൊരു സംഭവമാണെന്ന് തോന്നുന്നല്ലോ. ഹേയ്, അവൻ പറഞ്ഞത് സത്യമാണല്ലോ. ഇവൻ ആള് നിസ്സാരനല്ലല്ലോ. അയ്യോ, അത് എലി പറഞ്ഞ അവന്റെ ചങ്ങാതി കരടിപ്പോത്തല്ലേ? ഞാനൊരു പാവം കരടിയാണേ. അയ്യോ, എന്നോട് ക്ഷമിക്കണേ. അറിവില്ലാതെ വെല്ലുവിളിച്ചതാണേ. അങ്ങയുടെ ശക്തി എനിക്ക് ബോധ്യമായി. എന്നെ പോകാൻ അനുവദിക്കണം. ശരി, ഞാൻ ക്ഷമിച്ചു. ഇനി എന്റെ മുന്നിൽ വരരുത്. പൊയ്ക്കോ. പൊട്ടനും പോയി, മണ്ണനും പോയി, ജീവനും കിട്ടി. പുഴയുടെ തീരത്തൊരു കല്ലിന്റെ മുകളിൽ നിരാശനായി ഇരിക്കുകയായിരുന്നു ഒരു കുഞ്ഞനെലി. പാവമെലി വളരെ സങ്കടത്തിലായിരുന്നു. അന്നേരം ആ വഴി ഒരു മുയലമ്മ വരികയുണ്ടായി. കുഞ്ഞനെലിയെ കണ്ട മുയലമ്മ അതിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ഏയ്, എന്താ ഇവിടെ ഇങ്ങനെ നിരാശനായിരിക്കുന്നത്? ഈ കാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എലിക്കുട്ടൻ ഇവിടെയുള്ളതല്ലേ? അല്ല മുയലമ്മേ, ഞാൻ അക്കരെ ഗ്രാമത്തിൽ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അതെയോ? പിന്നെ ഈ കാട്ടിലെങ്ങനെ വന്നു? ഇനി ആ വീട്ടിലെ ആളുകൾ ഈ കാട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. കഷ്ടം തന്നെ. ഇനി എന്തു ചെയ്യും? അറിയില്ല മുയലമ്മേ, എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും കാണണം. പിന്നെ എന്തിനാ വൈകുന്നേ? വേഗം പോയിക്കോ. അയ്യോ മുയലമ്മേ, എനിക്ക് നീന്താൻ അറിയില്ല. എന്നെ എങ്ങനെയെങ്കിലും അക്കരെ എത്തിക്കാമോ? നിന്നെ പോലെയാണ് ഞാനും. എനിക്കും നീന്താൻ അറിയില്ല എലിക്കുട്ടാ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണേ. നീ വിഷമിക്കണ്ട, നമുക്കൊരു വഴി കണ്ടെത്താം. നീ എന്റെ ഒപ്പം വാ. നിന്റെ പേരെന്താ? കുഞ്ഞൻ. അങ്ങനെ നമ്മുടെ കുഞ്ഞനെലിയും മുയലമ്മയും കൂടി പുഴയുടെ തീരത്ത് നിന്ന് ഉൾക്കാട്ടിലേക്ക് നടന്നു. നമ്മളിപ്പോൾ പോകുന്നത് ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്കാണ്. ചിങ്കൻ വിചാരിച്ചാൽ നിസ്സാരമായി കുഞ്ഞൻ അക്കരെ എത്താം. ഇരുവരും വളരെ പ്രതീക്ഷയോടെ ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്ക് നടന്നു. അതേ തവളച്ചേട്ടാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ പണ്ട് ഒരു ആനയെ പുറത്ത് കയറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നെ കളിയാക്കിയതാണോ? ഇവിടെ നിന്ന് പൊയ്ക്കോ, ഇല്ലേ ഞാൻ കൊത്തും. നമസ്കാരം ചിങ്ക. എന്തു വേണം? ഞാനൊരു സഹായം ചോദിച്ചു വന്നതാണ്. ഓ, ഒരു സഹായവും ഇല്ല. സഹായം ഒക്കെ തീർന്നു പോയി. വേഗം തിരിച്ചു പൊയ്ക്കോ. അയ്യോ, അങ്ങനെ പറയല്ലേ. എങ്ങനെ പറയണമെന്നത് എന്റെ ഇഷ്ടം. വേഗം പൊയ്ക്കോ, ഇല്ലെങ്കിൽ എന്റെ ചുണ്ട് കണ്ടോ. വളരെ ദേഷ്യത്തിൽ നിന്നിരുന്ന ചിങ്കന്റെ അടുത്തേക്കായിരുന്നു
സഹായവും ചോദിച്ചുകൊണ്ട് മുയലമ്മയും കുഞ്ഞനെലിയും എത്തിയത്. അതുകൊണ്ട് തന്നെ സഹായം കിട്ടിയതുമില്ല. ചിങ്കന്റെ അടുത്ത് നിന്ന് മുയലമ്മയും കുഞ്ഞനെലിയും മടങ്ങിപ്പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും മുയലമ്മേ? നീ നിരാശപ്പെടേണ്ട, അല്പം കാത്തിരിക്കൂ. നമുക്കൊരു വഴി കണ്ടെത്താം. ധൃതി കാണിക്കാതെ. ഇരുവരും വീണ്ടും പുഴയുടെ തീരത്തേക്കു തന്നെ തിരികെ വന്നു. അപ്പോഴാണ് മുയലമ്മയ്ക്ക് പരിചയമുള്ള ഇക്രു ആമ പുഴയിൽ നിന്ന് കരയിലേക്ക് കയറി വരുന്നത്. ദേ നോക്ക് മുയലമ്മേ, ഒരു ആമയല്ലേ അത്? ആ അതെ. അല്ല, ഇതാരാ മുയലമ്മയോ? എന്താ ഇവിടെ? ഒന്നും പറയണ്ട ഇക്രു. ഈ എലിക്കുട്ടനെ അക്കരെ എത്തിക്കാനുള്ള ഒരു വഴി ആലോചിക്കുമായിരുന്നു. ഓഹോ, അത്രേ ഉള്ളോ? എന്റെ പുറത്ത് കയറിക്കോ എലിക്കുട്ട, ഞാൻ അക്കരെ എത്തിക്കാം. എലിക്കുട്ടാ, അബദ്ധം കാണിക്കല്ലേ. പുഴയിൽ മുതലയുണ്ട്, അത് അപകടകാരിയാണ്. അതെന്താ മുയലമ്മേ അങ്ങനെ പറഞ്ഞത്? എന്നെ ഒട്ടും വിശ്വാസമില്ലാത്തതുപോലെ. അങ്ങനെയല്ല ഇക്രു, മുതല വന്നാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുയലമ്മ ഒന്നും പറയണ്ട, എനിക്ക് പോയേ പറ്റൂ. അച്ഛനും അമ്മയും എന്നെ കാണാതെ വിഷമിക്കുകയായിരിക്കും. എനിക്കറിയാം എലിക്കുട്ടാ, നീ അല്പം കൂടി കാത്തിരിക്കൂ. നമുക്ക് മറ്റൊരു വഴി കണ്ടെത്താം. വേണ്ട വേണ്ട മുയലമ്മേ, ഞാൻ ആമച്ചേട്ടനൊപ്പം പോകുവാ. മുയലമ്മ വിഷമിക്കണ്ട, അപകടമൊന്നും വരാതെ ഞാൻ എലിക്കുട്ടനെ അക്കരെ എത്തിക്കാം. എന്താ പോരെ? ആമയുടെ പുറത്ത് കയറി യാത്ര തുടങ്ങിയ എലിക്കുട്ടൻ വളരെ സന്തോഷത്തിലായിരുന്നു. താൻ തന്റെ വീട്ടിലേക്ക് പോകുന്നു. അതിന്റെ സന്തോഷമാണ് അവന്. പുഴയിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കളിൽ നിറയെ തുമ്പികളും ശലഭങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. യാത്രയുടെ പകുതിയായപ്പോൾ ആമയുടെ മുന്നിലായി ഒരു മുതലയെ കണ്ട എലിക്കുട്ടൻ ശരിക്കും ഭയന്നു. അമ്പോ, മുതല! എലിക്കുട്ടാ, നമ്മൾ ഇനി എന്തു ചെയ്യും? വേഗം പോ, ഇല്ലെങ്കിൽ ആ മുതല നമ്മളെ തിന്നും. ഓഹോ, എന്നെ കടന്നു പോകാനുള്ള ധൈര്യമോ? മുതലച്ചാരെ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, വെറുതെ വിടണേ. പിന്നെന്താ, വെറുതെ വിടാമല്ലോ. അല്ലെങ്കിൽ പിന്നെ വെറുതെ വിടാം. ഇപ്പോ നിങ്ങൾ ഇവിടെ നിൽക്ക്. മുതലച്ചേട്ടാ, എനിക്ക് എന്റെ വീട്ടിൽ പോണം, വെറുതെ വിടണേ. എന്റെ മുന്നിൽ വന്നവരാരും വെറുതെ പോകാറില്ല. പാവം എലി, അതിനെ സഹായിക്കാൻ എന്താ ഒരു വഴി? ഇടോ ആമച്ചാരെ, നമുക്കിവിടെ നിന്ന് കള്ളനും പോലീസും കളിച്ചാലോ? ഞാൻ പോലീസ്, നിങ്ങൾ ഓടിക്കോ. നിങ്ങളെ ഞാൻ പിടിച്ചാൽ എന്റെ വയറ്റിലാക്കും. ഇതേ സമയം പുഴക്കരയിലേക്ക് പോയ തുമ്പി മുയലമ്മയെ കണ്ടുമുട്ടുകയും പുഴക്കരയിൽ നടന്ന സംഭവങ്ങൾ പറയുകയും ചെയ്തു. മുയലമ്മയും തുമ്പിയും കൂടി ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്ക് വീണ്ടും പോകാൻ തീരുമാനിച്ചു. ആ ചിങ്കൻ വരുമോ തുമ്പിപ്പെണ്ണെ? വരും, അതിനുള്ള വിദ്യ എനിക്കറിയാം. മുയലമ്മ, ചിങ്കൻ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി. ദാ ആ കുളക്കരയിൽ ഉണ്ടാകും ചിങ്കൻ കൊക്ക്. ഹായ് ചിങ്കൻ ചേട്ടാ. ആരാ? എന്ത് വേണം? സഹായമാണേൽ തീർന്നുപോയി. പോയിട്ടേ അടുത്ത ദിവസം വാ. അല്ല ചേട്ടാ, സഹായമല്ല. പിന്നെന്താണ്? അതോ, പുഴയിലെ ഒരു മുതല പറയുവാ, മുതലയുടെ മുന്നിൽ നിന്നും ആർക്കും ഒന്നും എടുത്തോണ്ട് പോവാൻ പറ്റില്ലെന്ന്. ഓഹോ, അവൻ അങ്ങനെ പറഞ്ഞു? അത്ര അഹങ്കാരമോ? ഓഹോ, ഇതായിരുന്നോ തുമ്പിപ്പെണ്ണിന്റെ ബുദ്ധി? അതേ ചിങ്ക, മുതല ചിങ്കനെ വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞു, ചിങ്കൻ ആളൊരു കേമനാണെന്ന്, ആനയെ പോലും പുറത്തു കയറ്റിക്കൊണ്ടുപോയ ധീരനാണെന്ന്. മുയലമ്മ പറഞ്ഞതൊക്കെ ശരിയാ, ഞാനൊരു സംഭവമാണ്. അതെ ചേട്ടാ, ഞങ്ങൾ മുതലയുടെ വെല്ലുവിളി ഏറ്റെടുത്തു. ഒരു എലിയ ആമയുടെ പുറത്ത് കയറ്റി ഞങ്ങൾ മുതലയുടെ അടുത്തായി നിർത്തി. നിങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഓ, വലുതായിട്ടൊന്നുമില്ല. ചിങ്കൻ ആ എലിയെ എടുത്തുകൊണ്ട് അക്കരെ നിർത്തിയിട്ട് തിരികെ വരണം. ഓ, അത്രേ ഉള്ളൂ. ഇത് നിസ്സാരം, ഇപ്പൊ തന്നെ ചെയ്യാം. വാ, പോകാം. ചിങ്കനുമായി മുയലും തുമ്പിയും പുഴക്കരയിലേക്ക് നീങ്ങി. അതേസമയം പുഴയിൽ എടോ ആമച്ചാരെ, താൻ ഇങ്ങനെ ചെടിയുടെ ചുറ്റും നടന്നാല് എനിക്ക് തല കറങ്ങും. എന്നാ ഞങ്ങളെ വെറുതെ വിട്. അല്ലേ കുഴപ്പമില്ല.
നിങ്ങൾ ചെടിയുടെ ചുറ്റും കറങ്ങിക്കോ. ശോ, മുയലമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. ഞാൻ വെറുതെ ധൃതി കാണിച്ചു. ശരിയാ, ഞാനൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടി. മുയലമ്മ പറഞ്ഞത് കേട്ടിരുന്നേ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഈ ചിങ്കനെയാണോ വെറുമൊരു മുതല വെല്ലുവിളിക്കുന്നത്? പാവം എലിക്കുട്ടൻ അങ്ങനെ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. എലിക്കുട്ടന്റെ അച്ഛനും അമ്മയും അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എടുത്തു ചാടി അപകടത്തെ വിളിച്ചു വരുത്തിയതിൽ ആമ വല്ലാതെ വിഷമിച്ചു. തുമ്പിയുടെ ബുദ്ധിപരമായ നീക്കത്തെ മുയലമ്മ വാനോളം പുകഴ്ത്തി. മുതലയെ തോൽപ്പിച്ച സന്തോഷത്തിൽ അങ്ങനെ നമ്മുടെ ചിങ്കൻ കൊക്ക് വനത്തിലെ താരമായി മാറുകയും ചെയ്തു. പണ്ടൊരിക്കൽ ഒരിടത്ത് വീരശൂര പരാക്രമിയായൊരു പൂച്ചയുണ്ടായിരുന്നു. അവിടെയുള്ള എലികളെ വേട്ടയാടിയാണ് അവൻ ജീവിച്ചത്. അയ്യോ ചേട്ടാ, എന്നെ കൊല്ലല്ലേ. ഏയ് ഇല്ലടാ, നിന്നെ ഞാൻ കൊല്ലില്ല. കൊല്ലാതെ ജീവനോടെ അങ്ങ് വിഴുങ്ങാം. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. പൂച്ചയ്ക്ക് വയസ്സായി. പ്രായം ചെന്നപ്പോൾ അവൻ എലികളെ പിടിക്കാൻ ബുദ്ധിമുട്ടായി. ഇങ്ങനെ പോയാ ഞാൻ പട്ടിണി കിടന്ന് മരിക്കും. ഇര പിടിക്കാൻ എന്തെങ്കിലും സൂത്രം കണ്ടെത്തണം. ആ, കിട്ടിപ്പോയി. ആ, അത് തന്നെ സൂത്രം. അങ്ങനെ പൂച്ച ഒരു സന്യാസിയുടെ വേഷം കെട്ടി എലികളുടെ മാളത്തിന്റെ അരികിലുള്ള ഒരു പാറപ്പുറത്ത് ധ്യാനനിരതനായിരുന്നു. എവിടെ നിന്നാണ് ആ ശബ്ദം? അറിഞ്ഞോ, നമ്മുടെ മാളത്തിന് കുറച്ചകലെയായി ഒരു പൂച്ച സന്യാസി ഇരിക്കുകയാണ്. അയ്യോ, നമ്മളെ കൊല്ലാനാണോ? ഒരു പാറപ്പുറത്ത് കണ്ണടച്ചിരിപ്പാണ്. എന്തോ പെറുപെറുക്കുന്നുമുണ്ട്. എങ്കിൽ നമുക്ക് ആ പൂച്ച സന്യാസിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. അങ്ങനെ എലികളെല്ലാവരും പൂച്ച സന്യാസിയെ കാണാനായി മാളത്തിന്റെ പുറത്തിറങ്ങി. ഞാൻ ആ പൂച്ച സന്യാസിയുടെ മുന്നിലൂടെ നടന്നു. എന്നിട്ടും അവൻ എന്നെ പിടിക്കാൻ വന്നില്ല. എങ്കിൽ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ അതിനെ മുട്ടിയൊരുമി നോക്കി. ഞാനും അത് ശ്രദ്ധിച്ചു. പൂച്ച സന്യാസി ഇനി നമ്മളെ ആക്രമിക്കുമെന്ന് തോന്നുന്നില്ല. മ്യാവൂ ക്രീം വനമതായ നമ. മ്യാവൂ ക്രീം വനമതായ നമ. എല്ലാ എലിപ്പൈതങ്ങളും കേട്ടുകൊള്ളുവിൻ. ഇനിമേൽ നാം നിങ്ങളെ ആരെയും തിന്നുകയില്ല. നിങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് നാം വന്നിരിക്കുന്നത്. നാം ഒരുപാട് എലികളെ കൊന്നു തിന്നിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്താപം കൊണ്ടാണ് നാം സന്യാസിയായി മാറിയത്. ഈ വനലോകത്താകെ ശാന്തി വരുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാ എലിപ്പൈതങ്ങളും വന്ന്
അനുഗ്രഹം വാങ്ങുവിൻ. മ്യാവൂ ക്രീം വനമതായ നമ. അങ്ങനെ എല്ലാ എലികളും പൂച്ച സന്യാസിയുടെ അനുഗ്രഹം വാങ്ങുക പതിവാക്കി. ഒരു ദിവസം സന്യാസിയുടെ അനുഗ്രഹവും വാങ്ങി എലികൾ പിരിയാനൊരുങ്ങുമ്പോൾ, ഏയ് എലിപ്പൈതങ്ങളെ, എല്ലാവരും ഒന്ന് നിൽക്കൂ. എന്താ സ്വാമിജി? നിങ്ങൾക്ക് ഒരു ആപത്ത് വരാൻ പോകുന്നു. അയ്യോ, എന്താപത്താണ് സ്വാമി? അങ്ങ് കിഴക്കൻ മലയിൽ നിന്ന് നിങ്ങൾക്കൊരു ശത്രു വരുന്നതായി നാം കാണുന്നു. സ്വാമിജി, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഏയ് ഭയപ്പെടേണ്ട, നമുക്കൊരു ശത്രു സംഹാര പൂച്ച നടത്താം. പൂച്ചയോ? അല്ല, പൂജ. അതിനായി നിങ്ങൾ ഓരോരുത്തരായി എന്റെ ആശ്രമത്തിലേക്ക് വന്നാൽ മതി. പിന്നെ നിങ്ങൾക്കാരെയും ഭയക്കാതെ ഈ കാട്ടിൽ എവിടെയും ജീവിക്കാം. സ്വാമിജി, അങ്ങ് ഒരു കാരുണ്യവാൻ തന്നെ. ഞങ്ങൾ ഒന്നൊന്നായി അങ്ങയുടെ ആശ്രമത്തിൽ എത്തിക്കോളാം. അങ്ങനെ ഓരോ ദിവസവും ശത്രു സംഹാര പൂജയ്ക്കായി എലികൾ ഓരോരുത്തരായി പൂച്ച സന്യാസിയുടെ ആശ്രമത്തിൽ എത്താൻ തുടങ്ങി. വരൂ വത്സ, കടന്നു വരൂ. കടന്നു വരൂ. എന്നാൽ പൂച്ച സന്യാസിയുടെ ആശ്രമത്തിലേക്ക് പൂജയ്ക്ക് പോയ എലികളൊന്നും തിരികെ വരാതായപ്പോൾ എലികളിൽ ചിലർക്ക് സംശയമായി. പൂജയ്ക്ക് പോയ ചങ്ങാതിമാരെയൊന്നും ഈ സ്വാമി തിരികെ വിടാത്തത് എന്താണ്? പൂജകൾ കഴിഞ്ഞു കാണില്ലായിരിക്കും. നമുക്ക് സ്വാമിജിയുടെ ആശ്രമം വരെ പോയാലോ? അങ്ങനെ എലികളുടെ കൂട്ടത്തിൽ നിന്ന് ചിലർ പൂച്ച സന്യാസിയെ കാണാൻ തീരുമാനിച്ചു. മ്യാവൂ ക്രീം വനമതായ നമ. മ്യാവൂ ക്രീം വനമതായ നമ. സ്വാമിജി, പൂജയ്ക്ക് വന്നവരെന്നും തിരികെ മാളങ്ങളിൽ എത്തുന്നില്ല. ആശ്രമത്തിൽ വന്നവരെല്ലാം ശത്രു സംഹാര പൂജയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവർ ഉടൻ മടങ്ങി വരും. നിങ്ങൾ ഭയപ്പെടണ്ട. കൂട്ടുകാരെ, ഇതിലെന്തോ ദുരൂഹതയുണ്ട്. എങ്കിൽ നമുക്കത് കണ്ടുപിടിക്കണം. അങ്ങനെ ആ 3 എലികളും ചേർന്ന് പൂച്ചയുടെ ആശ്രമത്തിലേക്ക് ഒരു തുരങ്കമുണ്ടാക്കി. അതിലൂടെ അവർ ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് കടന്നു. അവിടെ എത്തിയപ്പോൾ എലികൾ കണ്ടത്, അയ്യോ, ഇതൊരു കൊടും ചതിയാണല്ലോ. നമ്മുടെ കൂട്ടുകാരെ എല്ലാം ഈ പൂച്ച സന്യാസി കൊന്നു തിന്നു. ചാതിയൻ. ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. പൂച്ച സന്യാസിയെ ഒരു പാഠം പഠിപ്പിക്കാൻ എലികൾ തീരുമാനിച്ചു. അതിനായി അവർ ഒരു പദ്ധതി തയ്യാറാക്കി. അടുത്ത ദിവസം തന്നെ 2 എലികൾ പൂച്ച സന്യാസിയുടെ ആശ്രമത്തിന്റെ മുന്നിലെത്തി. സ്വാമിജി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്. അങ്ങ് ഈ കുഞ്ഞു പൈതങ്ങൾക്കായി ഒരു പൂജ നടത്തണം. എന്റെ നല്ല സമയത്താണ് നിങ്ങൾക്ക് ഇവരെ കൊണ്ടുവരാൻ തോന്നിയത്. ആരുടെ സമയം? എന്റെ അല്ല, നിങ്ങളുടെ നല്ല സമയം. നാക്കുളക്കിയതാ. ഓ, നല്ല ശത്രുദോഷമുണ്ട്. ഞാൻ വേഗം പോയി തീർത്തിട്ട് വരാം. എലിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് പൂജ ചെയ്യാൻ അകത്തേക്ക് പോയ പൂച്ച സന്യാസി അല്പസമയത്തിന് ശേഷം പുറത്തേക്ക് വന്നു. സ്വാമിജി, എന്തായി? ശത്രുദോഷം തീർന്നോ? പൂച്ച സന്യാസിക്ക് കൊടുത്തത് കോലരക്കാണെന്ന് പൂച്ച അറിഞ്ഞതേയില്ല. പൂച്ച
ടിക്